ഒരു ആരോഗ്യപൂർണമായിട്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകുന്നൊരു സാഹചര്യത്തിലാണ് എന്താ പറയാ രണ്ടാമത്തെ മോളെ പ്രഗ്നൻസിയുടെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട് നേരിട്ടിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷെ ആ ഒരു സിസേറിയൻ ഒക്കെ കഴിഞ്ഞ് ഒരു 3-4 മാസം കൊണ്ട് എന്റെ ശരീരഭാരം എന്നുള്ളത് ഇപ്പൊ നമ്മൾ പ്രഗ്നൻസി ടൈമിലാണെന്നുണ്ടെങ്കിൽ ഒരു 48-49 കിലോനാണെന്നുണ്ടെങ്കിൽ 10-30 കിലോത്തോളമാണ് ഒരു 4 മാസം കൊണ്ട് എന്ത് വന്നത് മാറ്റം ശരീരത്തിന് വന്നു എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു വന്ന സമയത്ത് ആരോഗ്യപരമായിട്ട് പല പ്രശ്നവും, കാരണം ഇന്ന് നമ്മൾ ഞാനിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മാസത്തെ പ്രഗ്നൻസി പോലെ വയറ് വന്ന് വീർക്കുക, അതേപോലെ തന്നെ എന്താ പറയാ പെട്ടെന്ന് നീര് വരിക, നീര് പോവുക, നിന്ന സ്ഥലങ്ങളിൽ നിന്ന് വീഴുക. കാരണം മോളെ പോലും ശരിക്കും ഒന്ന് നോക്കാനോ കാര്യങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അന്ന് നമ്മളൊരു ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പല ഹോസ്പിറ്റലിലും പോയി. നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു സമയത്ത് പാലക്കാടിൽ തന്നെ ഒരു പ്രശസ്തമായിട്ടൊരു ആയുർവേദ മെഡിസിൻ ഒക്കെ ആയിട്ട് വളരെ തിരക്കേറിയ, കാണാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു സ്ഥലത്തും കൂടി ഞാൻ എത്തുകയാണ്. അപ്പൊ നമുക്ക് അവിടെ എത്തുന്ന സമയത്ത് കാരണം ശരീരം കൊണ്ട് അത്രയും ബുദ്ധിമുട്ടി നമ്മുടെ കൂടെ ആരും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ പോകുമ്പോ എനിക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത് ഒരു 28 മെഡിസിൻ ആണ്. അപ്പോ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, അതായത് ആയുർവേദ മരുന്നുകൾക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, സേഫ് ആണ് എന്നുള്ളതല്ലേ. അപ്പൊ അങ്ങനെ എനിക്ക് പ്രിഫർ ചെയ്തിട്ടുള്ളത് ഒരു ദിവസം 28 ഗുളികയാണ്. അപ്പൊ നമുക്കത് 2 നേരങ്ങളിലൊക്കെ ആയിട്ട് കഴിക്കുന്ന സമയത്ത് ഒരു 2-3 ഗ്ലാസ് വെള്ളത്തിലാണ് ഞാൻ ആ ഒരു ഗുളികയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചിന്തിക്കാം, കാരണം ഡിഗ്രി പഠനം കഴിഞ്ഞ ഞാനാണെങ്കിലും എന്ന് നമുക്ക് സെർച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാനോ അന്ന് ഞാൻ ശ്രമിച്ചിട്ടില്ല. കാരണം ഇന്നത്തോളം നമുക്ക് അന്ന് ഇല്ലല്ലോ, അതായത് നമുക്ക് സെർച്ച് ചെയ്യണം കണ്ടെത്താൻ കഴിയുമെന്നും നമ്മൾക്കില്ലല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ അത് കഴിച്ചതിന്റെ ഭാഗമായി എനിക്ക് വയറിന് ഒരുപാട് പ്രശ്നങ്ങൾ കൂടി എന്നുള്ളതാണ്. അപ്പൊ പിന്നീട് എന്താണ് അതിനു മുന്നേ ദയ ഹോസ്പിറ്റലിൽ പോയിട്ട് ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്ത സമയത്ത് ഒരു അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മൾ പല ബുദ്ധിമുട്ടുകൾ കൊണ്ട് പോകുമ്പോ ഹോമിയോ ആണെങ്കിലും ആയുർവേദ ആണെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകളാണെങ്കിലും ഒരുപാട് ഗുളികൾ കഴിക്കേണ്ടി വന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല, വയറ്റിലൊന്നും തട്ടാൻ പറ്റാത്ത ബുദ്ധിമുട്ട് വന്നപ്പോ എൻഡോസ്കോപ്പി ഒക്കെ എടുത്തപ്പോഴാണ് അറിഞ്ഞതില് ആ റിപ്പോർട്ടിൽ ഇന്നും കുറെ, അതായത് എൻഡോസ്കോപ്പി ഒരുപാട് തവണ എടുത്തൊരു വ്യക്തിയാണെങ്കിലും ആ ഒരു റിപ്പോർട്ടിലൊക്കെ വന്നിട്ടുള്ളത് ഞാനൊരു സൂസൈഡ് അറ്റംപ്റ്റ് നടത്തി എന്നുള്ളതാണ്. പക്ഷെ ഒരിക്കലും ഞാനത് ചെയ്തിട്ടില്ല. പക്ഷെ എപ്പോഴാണ് അതൊരു കാരണമായി മാറി എന്ന് ചോദിക്കുമ്പോ അന്ന് ഞാൻ കഴിച്ചിട്ടുള്ള ആ ഒരു മെഡിസിൻ അന്നനാളത്തില് നിൽക്കുകയും ആ അന്നനാളത്തിൽ എന്താണ് ഇൻഫെക്ഷൻ ആയിട്ട് ഈ ഒരു വർഷങ്ങൾ, ഇപ്പൊ മോൾക്ക് 8 വയസ്സാവാനാ പോണത്, ഇന്നും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇത് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ ദഹന പ്രശ്നങ്ങൾക്ക് വലിയൊരു പ്രശ്നമായിട്ട് മാറി. കാരണം അൾസർ ആണെങ്കിലും കുടലുകൾക്ക് ആമാശയം, അന്നനാളം തുടങ്ങിയിട്ടുള്ള ശരീരത്തില് പല പ്രശ്നങ്ങളും കിഡ്നിക്ക് വരെ ഈ മരുന്ന് കഴിച്ചതിന്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് സംഭവിച്ചു. അത്രയും ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് പെട്ടെന്ന് ഇത്രയും തടി വരുമ്പോ, ഈ തടി എന്ന് പറഞ്ഞ സമയത്ത് എല്ലാവരും ചിന്തിക്കുന്നത് ഫുഡ് കഴിച്ചിട്ട് വരുന്ന തടിയാണ് അല്ലെ. കാരണം അവർക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് പോലും ചിന്തിക്കില്ല. കാരണം എന്താണ്, എന്താ ഇപ്പൊ ഒരു സുഖമായിട്ട് ഭക്ഷണം കഴിച്ച് തടിച്ച് വീർത്തു എന്ന്. പക്ഷെ ചിലപ്പോ ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടോ, ഇങ്ങനെ ഒരു സിസേറിയനോ കാര്യങ്ങളോ കഴിഞ്ഞ സമയത്തോ പല മരുന്നുകളുണ്ട്. പക്ഷെ ഇന്നും എന്റെ ശരീരത്തിൽ എന്താണ് പ്രശ്നം പറ്റി എന്നുള്ളത് പല ജില്ലകളിലും അല്ലെങ്കിൽ ഈ കേരളത്തിന് പുറത്തൊക്കെ ആണെങ്കിലും ട്രീറ്റ്മെന്റ് എടുത്ത സമയത്തും ഇത് എന്താണെന്ന് ഈ നിമിഷം വരെ അറിയാൻ, എന്തുകൊണ്ട് ഇത്രയും വെയിറ്റ് ഈ ഒരു സമയത്തിനുള്ളിൽ, കാരണം ആ ഒരു സമയത്ത് അത്രയും മാനസിക പിരിമുറുക്കങ്ങളാണെങ്കിലും സാമ്പത്തികം ഇല്ലാണ്ടാണെങ്കിലും ജീവിക്കണോന്ന് ചിന്തിച്ച നിമിഷങ്ങൾ വരെ ഉണ്ട്. അപ്പൊ ഞാൻ എന്തിനാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു എന്നുണ്ടെങ്കിൽ, ഒരിക്കലും എന്തല്ല എന്താ പറയാ നമ്മള് ഉപയോഗിക്കുന്ന മരുന്നുകൾ ഏതുപോലും ആവട്ടെ സേഫ് അല്ല എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു അവസരത്തില് ഞാൻ വരുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു റിച്ച് ന്യൂട്രോ പാക്ക് എന്നുള്ളതില് അംലാൻ ജ്യൂസ് ആണെങ്കിലും അലോവേര ആണെങ്കിലും നോനി ജ്യൂസ് ആണെങ്കിലും ഒരിക്കലും ഞാൻ ഇതിന്റെ ഉപയോഗം എന്താണെന്നോ ഉപയോഗിച്ചാൽ നന്നാവോ എന്നുള്ളത് കൊണ്ടൊന്നുമല്ല, നമ്മളൊരു 100 SV തികയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്തതാണെങ്കിൽ എൻ്റെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാൻ ഈ ഒരു വെൽനസ്
പ്രോഡക്റ്റുകൾക്ക് പറ്റി എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മുന്നേ ഹെൽത്ത് പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്ന എനിക്ക് പിന്നീട് ഓരോ സമയത്തെ ടെസ്റ്റിനും ഓരോ പുതുതായിട്ട് അസുഖങ്ങളാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യമൊക്കെ ഒരു മാരേജിന് മുന്നൊക്കെ ആണെങ്കിൽ മരുന്ന് എനിക്ക് തന്നത് ഞാൻ ഉമ്മാടെ വരെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് എന്നുള്ള കാരണം എടുത്ത് എന്റെയാണ് പറഞ്ഞിട്ട് എടുത്ത് വലിച്ചെറിഞ്ഞത് മാറിപ്പോയി എന്നുള്ള കാരണം അത്രത്തിൽ ഒരു മരുന്ന് പോലും കഴിക്കാത്ത ഞാന് ഒരുപാട് അതായത് എന്റെ അസുഖങ്ങൾ മാറാൻ നമ്മൾക്ക് മരുന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാറും എന്നുള്ള ഒരു ഇത് കൊണ്ട് തന്നെ ഉപയോഗിക്കാം. അതേപോലെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആണെങ്കിലും മില്ലറ്റ് യവം, തെന, ചാമ അല്ലെങ്കിൽ ചിയാ സീഡ് അങ്ങനെ ഒരു സാധാരണ ഒരു വ്യക്തി കഴിക്കുന്ന ഒരു ഭക്ഷണം അല്ല കഴിക്കുക. അതേപോലെ എന്താ പറയാ മഴവെള്ളം കലക്കിയ പോലെ എന്ന് പറയുന്ന പോലെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ജീരകോ മല്ലിയോ കരിഞ്ജീരകം അങ്ങനെ ആയുർവേദ ഇതൊക്കെ ഇട്ടിട്ടുള്ള വെള്ളം ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിലും അത് തടിയിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ള മരുന്നുകൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് നമുക്ക് ഏറ്റവും അതുകൊണ്ടാണ് മുന്നേ ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയ ഒരു നമുക്ക് കിട്ടുന്നത് എന്താ പറയുമ്പോ അസുഖങ്ങൾ ഇല്ലാണ്ട് ഒരു വീട് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സമ്പത്ത്. അപ്പൊ നമുക്ക് വന്നിട്ടുള്ള അസുഖങ്ങൾ ഒരിക്കലും നിർത്തിക്കൊണ്ട് വെൽനസ് ഉപയോഗിക്കണം എന്ന് പറയില്ല. പക്ഷെ നമ്മൾക്ക് ഏത് മരുന്ന് കഴിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നിർത്തുന്ന സമയത്തിലെ കൂടുതൽ അപകടങ്ങളിലേക്ക് പോവാതിരിക്കാൻ നമുക്ക് കഴിക്കാതിരിക്കാനും കഴിയാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക അതിന്റെ കൂടെ വെൽനസ് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ടാണ് പുതിയതായി വന്നവർക്ക് എന്തൊക്കെയാണ് ഉള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് മുന്നേ ഞാൻ ഒരു സ്ലൈഡ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് സ്കിന്നിന്റെ പ്രശ്നങ്ങൾക്കാണെന്നുണ്ടെങ്കിലും കൊളസ്ട്രോളിനാണെങ്കിലും ഹാർട്ടിനാണെങ്കിലും ഷുഗറിനൊക്കെ ആണെങ്കിലും പ്രത്യേകതരം എന്തുണ്ട് നമുക്ക് പാക്കേജുകളായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഒന്നുമില്ലെങ്കിലും ഈ ഒരു റിച്ച് ന്യൂട്രോ പാക്ക് എന്ന് പറയുന്നത് മേടിച്ചുകൊണ്ട് തന്നെ ഓരോ ബോട്ടിലാണെങ്കിലും നോനി കൊംകും പ്ലസും അംല കുർക്കുമിൻ നാനോ അലോവേര ഇതൊക്കെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ്. അപ്പൊ ഇതൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ ലീഡേഴ്സിനോട് ചോദിച്ചിട്ടാണെങ്കിലും അറിവുകൾ നമ്മൾ തന്നെ തേടിയിട്ടാണെങ്കിലും ഇതെല്ലാം മേടിച്ചിട്ട് ഉപയോഗിക്കണം എന്നുള്ളത് എന്താ പറയാ ഒരു റിക്വസ്റ്റും കൂടിയിട്ടാണ്. അത്രയും ബെനിഫിറ്റ് നിങ്ങളുടെ ശരീരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തമ പരിഹാരം ഈ ഒരു പാക്കിൽ നിന്ന് കിട്ടും. മറ്റുള്ളത് ഓരോ അസുഖങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ ഓരോന്നാണെങ്കിലും അല്ലെങ്കിൽ 25 സെയിൽസ് വോളത്തിനാണെങ്കിലും വാങ്ങിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ കാലത്ത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് പോകാനാണെന്നുണ്ടെങ്കിലും നമ്മുടെ ലൈഫ് സ്റ്റൈലിലാണെങ്കിലും നമ്മുടെ കഴിക്കുന്ന ഫുഡിലാണെങ്കിലും നമ്മുടെ ചിന്തകളിലാണെങ്കിലും എല്ലാം എന്ത് ചെയ്യുക ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പോവാനായിട്ട് ശ്രമിക്കുക.